ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചു തുടങ്ങുന്ന ആ ഒരു ജേണി ഇതിലെ തുടക്കത്തിലെ A1 ലെവൽ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. ഈ ഒരു സ്റ്റെപ്പിൽ തന്നെ ഒരുപാട് പേര് ഒരു നമ്പർ വൺ മിസ്റ്റേക്ക് ചെയ്യുന്നുണ്ട്. അതായത് A1 ലെവലിനെ ഇമ്പോർട്ടൻസ് ആ ഒരു ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ് കൊടുക്കാതെ ഈസി ലെവലാണെന്ന് കൺസിഡർ ചെയ്തുകൊണ്ട് പഠിച്ചു പോകുന്ന ഒരു അവസ്ഥ. ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ ജർമ്മൻ സ്വപ്നം നടക്കുമോ ഇല്ലയോ എന്ന് തീരുമാനിക്കാൻ വേണ്ടി പോകുന്നത് നിങ്ങളുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ആയിട്ടുള്ള ജർമ്മൻ A1 ലാംഗ്വേജ് ലെവലാണ്. എന്തുകൊണ്ടാണെന്ന് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞുതരാം. ജർമ്മൻ ഫീൽഡിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്പർ 1, ദ ഫൗണ്ടേഷൻ ഓഫ് എവറിത്തിങ്. ഇത് A1ന്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞു തരാനായിട്ട് നമ്മൾ ഒരു വീട് പണിയുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. നിങ്ങൾക്കൊരു വീട് പണിയണം, നല്ലൊരു വലിയൊരു വീട്, നല്ല ക്വാളിറ്റി ഉള്ളൊരു വീട്. അപ്പോൾ അതിൻ്റെ മേളിലേക്ക് ഒരുപാട് നിലകൾ വേണം എന്ന് വിചാരിക്കുക. ഒരു 3-4 ഫ്ലോർ ഉള്ളൊരു ബിൽഡിംഗ് ആണ് നിങ്ങൾ പണിയാൻ ആഗ്രഹിക്കുന്നത് എന്ന് വിചാരിക്കുക. ഇത് വളരെ സ്ട്രോങ് ആയിരിക്കണം, നല്ല രീതിയിൽ നിലനിൽക്കണം, നല്ല ഏത് വെതർ കണ്ടീഷൻസും എന്ത് ഇത് വന്നാലും നല്ല ക്വാളിറ്റി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ടോപ്പ് ലെവലിലുള്ള കാര്യങ്ങളല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഫൗണ്ടേഷൻ, അടിത്തറ. ആ അടിത്തറ എന്തുമാത്രം സ്ട്രോങ് ആണോ അത്രയും സ്ട്രോങ് ആയിരിക്കും നിങ്ങൾ ബാക്കിയുള്ള മേളിലേക്ക് പണിയാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ. എത്ര ഫ്ലോർ പണിത് പോകാനായിട്ടാണെന്നുണ്ടെങ്കിലും അടിത്തറ സ്ട്രോങ് അല്ല എന്നുണ്ടെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ അത് പൊളിഞ്ഞു വീഴും. ഞാൻ പറഞ്ഞു വന്നത് A1 ലെവല് നിങ്ങൾ ഫൗണ്ടേഷൻ ആണ്. അതായത് അവിടെ ഒരു എക്സാം പാസ്സായി എന്ന് വിചാരിക്കുക. ഒരു A1 ലെവൽ എക്സാം നിങ്ങൾ അറ്റൻഡ് ചെയ്തു, പാസ്സായി എന്ന് വിചാരിക്കുക. ഒരു 60% വെച്ചിട്ടാണ് നിങ്ങൾ പാസ്സായിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ A2 സ്റ്റാർട്ട് ചെയ്യരുത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ നല്ലൊരു ഫൗണ്ടേഷൻ ഇവിടെ ഇല്ല. A1 മാസ്റ്റർ ചെയ്യുക. എല്ലാ ലാംഗ്വേജിനും അതിൻ്റേതായിട്ടുള്ള ഒരു സ്ട്രക്ചർ ഉണ്ട്. ഒരു സബ്ജക്റ്റ്, ഒരു വേർബ്, ഒരു അഡ്ജക്റ്റീവ്, ഇങ്ങനെയുള്ള ഒരു പെർഫെക്റ്റ് സംഭവം ഒരു സെൻറ്റൻസ് വരണമെന്നുണ്ടെങ്കിൽ ഈ ഒരു റൂൾ ഫോളോ ചെയ്യണം. ഈ ഒരു ഫൗണ്ടേഷൻ ആണ് നിങ്ങൾ A1 ലാംഗ്വേജ് ലെവലിൽ പഠിക്കുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകാം ഒരു ജർമ്മൻ ലാംഗ്വേജിൻ്റെ ഒരു സെൻറ്റൻസ് സ്ട്രക്ചർ എങ്ങനെയാണ് എന്ന് നിങ്ങൾ പഠിക്കുന്നുണ്ടെങ്കിൽ തുടർന്ന് അങ്ങോട്ട് നിങ്ങൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുതിയതായിട്ടുള്ള കുറച്ച് റൂൾസുകളാണ് പഠിക്കുന്നത്. അതായത് ഒരു കണക്റ്റേഴ്സ് എങ്ങനെ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ പുതിയ പുതിയ വേർഡ്സ്, വൊക്കാബുലറി, ഇതെല്ലാം നമുക്ക് കാണാപ്പാഠം പഠിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. പക്ഷേ A1 ലെവലിൽ നിങ്ങൾ പഠിക്കുന്ന ആ ഒരു ബേസ്, അതായത് ഒരു സെന്റൻസിന്റെ സ്ട്രക്ചർ എങ്ങനെ ഇരിക്കണം എന്നുള്ള ആ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം, അല്ലെങ്കിൽ ഒരു വേർബ് എന്ന് പറഞ്ഞാൽ ഒരു ആക്ടിവിറ്റി ആകാം, ഇതിന്റെ ആ ഒരു ആ വേർബ് വരുമ്പോൾ എങ്ങനെ ഇത് എൻഡ് ചെയ്യുന്നു, സബ്ജക്റ്റ് അനുസരിച്ച് എൻഡ് ചെയ്യുന്നു, ഈ ഒരു കാര്യങ്ങൾ. ഇത് കൂടാതെ നമ്മളിൽ എത്ര പേർക്ക്, ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നമ്മുടെ മലയാള ഭാഷയിൽ ഒരു സെന്റൻസ് പറയാൻ നേരത്ത് ഇതിന്റെ ഗ്രാമർ ഒന്ന് എനിക്ക് പറഞ്ഞുതരാൻ പറയുമെന്ന് നിങ്ങളോട് ഞാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു പക്ഷേ ബുദ്ധിമുട്ടായിരിക്കും. അതായത് നമ്മൾ സംസാരിക്കുന്നത്, നമ്മൾ സബ്ജക്റ്റ് എവിടെ വരുന്നു, ഇതിന്റെ എൻഡിങ് എന്താണ്, അല്ലെങ്കിൽ ഒരു വേർബ് എന്താണ്, ഇതിന്റെ പൊസിഷൻ എവിടെയൊക്കെ ആയിരിക്കണം, ഇതൊന്നും ആലോചിക്കാതെ ഫ്രീ ആയിട്ട് നമ്മൾ കേട്ട് പഠിച്ചതാണ്. ഈ ഒരു സംഭവം ഞാൻ വേറൊരാൾ വന്നിട്ട് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് ഇത് പറഞ്ഞുതരാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കാരണവശാലും അത് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടിട്ട് തന്നെയാണ് ഞാൻ ഈ പറയുന്നത് A1 ലാംഗ്വേജ് ലെവലാണ് നിങ്ങളുടെ ഫൗണ്ടേഷൻ. ഈ ഫൗണ്ടേഷൻ സ്ട്രോങ് അല്ല എന്നുണ്ടെങ്കിൽ മുന്നോട്ട് പോലും. സ്ട്രോങ് എന്ന് ഉദ്ദേശിച്ചത് ഞാൻ നിങ്ങളോട് വീണ്ടും പറയുകയാണ്, A1 ഒരു 60% മാർക്ക് കിട്ടി പാസ്സായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും മുന്നോട്ട് ഒരു B1 ആകുമ്പോഴേക്കും നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്യും. A1 മാസ്റ്റർ ചെയ്യുക, അതായത് ഡോമിനേറ്റ് ചെയ്യുക എന്നൊക്കെ പറയില്ലേ. A1 എന്ത് ചോദിച്ചാലും നിങ്ങൾക്ക് ഈസി ആയിട്ട് പറയാനായിട്ട് സാധിക്കണം, വളരെ സ്പീഡിൽ. ഈ ഒരു സംഭവം നിങ്ങൾ A1 ലെവൽ മാസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നീട് അങ്ങോട്ട് നിങ്ങൾക്ക് എത്ര നില വേണമെങ്കിലും പണിതു പോകാം. അതായത് ഏത് ലെവൽ ലാംഗ്വേജിലേക്കും പോവാം. ഇതിന്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ A1 ബേസ് സ്ട്രോങ് ആണെന്നുണ്ടെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് ഒറ്റയ്ക്ക് പഠിച്ചു പോവാം. നമ്പർ 1 മിസ്റ്റേക്ക് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ A1 ഒക്കെ ഫ്രീ ആയിട്ട് യൂട്യൂബിലേക്ക് നോക്കി ഇതിങ്ങനെ പഠിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ നിങ്ങളുടെ ഡൗട്ട് ക്ലിയർ ചെയ്യാനും കുറേ റിസർച്ചിന്റെ ആവശ്യമുണ്ട്. അതുകൊണ്ടിട്ട് നിങ്ങൾ A1 A2 കോഴ്സൊക്കെ ഒറ്റയ്ക്കൊക്കെ പഠിക്കാതെ കോഴ്സ് എടുത്ത് പഠിച്ചതിന് ശേഷം ബേസിക്സ് സ്ട്രോങ് ആക്കിയിട്ട് എൻ്റെ അഭിപ്രായത്തിൽ B1 B2 ലെവലാണ് നിങ്ങൾക്ക് ശരിക്കും ഒറ്റയ്ക്ക് പഠിക്കാനായിട്ട് സാധിക്കുന്നത്. ഇപ്പോൾ A1 ദ ഫൗണ്ടേഷൻ ഓഫ് എവറിത്തിങ്. നമ്പർ 2, ദ സർവൈവൽ, അല്ലെങ്കിൽ അതിജീവനം. നിങ്ങൾ ഏത് ലാംഗ്വേജ് ലെവലിലുള്ള ഒരാളാണെന്നുണ്ടെങ്കിലും ജർമ്മനി വന്നതിന് ശേഷം ആദ്യത്തെ കുറച്ചാൾ ആ ഒരു ലാംഗ്വേജ് ലെവലിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. അപ്പോഴാണ് A1ന്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. A1 നമ്മൾ പഠിക്കുന്നത് ഗ്രീറ്റ് ചെയ്യാനായിട്ടും, അല്ലെങ്കിൽ ഹെൽപ്പ് ചോദിക്കാനായിട്ടും, അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റിൽ ഒരു ഫുഡ് ഓർഡർ ചെയ്യാനായിട്ടും, അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റിൽ ചെന്നിട്ട് എവിടെ സാധനങ്ങളൊക്കെ എവിടെയുണ്ട്, ഈ ഒരു ലെവൽ ബേസിക് സർവൈവൽ സ്കിൽസിന് വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ അതിജീവനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ലെവലാണ് A1 ലെവൽ. ഈ ഒരു ബേസ് സ്ട്രോങ് ആണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇവിടെ വന്നതിന് ശേഷം നിങ്ങളുടെ ബാക്കിയുള്ള ആ ഒരു ഹയർ ലെവൽ ഓഫ് ജർമ്മൻ ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ A1 ലെവൽ എന്നുള്ള ഒരു മെന്റാലിറ്റി ഈസിയാണ്, തുടക്കമാണ് എന്നുള്ളത് മാറ്റി വെച്ചിട്ട് ഇത് അതിജീവനത്തിന്റെ ലെവലാണ് എന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാക്കി കാര്യങ്ങളെല്ലാം കണക്ട് ആയി തുടങ്ങും. നമ്പർ 3,
A1 ബിൽഡ്സ് കോൺഫിഡൻസ്. ലാംഗ്വേജ് ലെവലിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് കോൺഫിഡൻസ് ആണ്. അതായത് കോൺഫിഡൻറ്റോട് കൂടി മറ്റുള്ള ഒരാൾ എന്ത് വിചാരിക്കുന്നു എന്ന് നമ്മൾ ചിന്തിക്കാതെ കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കാൻ പറ്റുന്ന ഒരു സ്കില്ല്. ഇതാണ് ലാംഗ്വേജ് ലേണിങ്ങിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നിങ്ങളുടെ ബേസ് സ്ട്രോങ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പിന്നീട് അങ്ങോട്ട് പഠിച്ചു പോകുമ്പോഴേക്കും നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കാൻ തുടങ്ങും, ഈ ഒരു സംഭവം ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ സബ്ജക്റ്റ് എന്താണ്, വേർബ് എവിടെ വരും, ഏത് ടേമിലാണ് ഇത് വരാൻ വേണ്ടി പോകുന്നത്, ഇങ്ങനെയുള്ള ഡൗട്ടുകൾ വരും. ഇങ്ങനെ വരാൻ കാരണം A1 ലെവൽ സ്ട്രോങ് അല്ലാത്തതുകൊണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അടിത്തറ സ്ട്രോങ് അല്ലാത്തതുകൊണ്ടിട്ടാണ് പിന്നീട് അങ്ങോട്ട് പഠിച്ചു പോകുമ്പോൾ ഈ ചെറിയ ചെറിയ ഡൗട്ടുകൾ വരുന്നത്. ഇങ്ങനെ ഡൗട്ട് വരുമ്പോൾ നമ്മൾ ഒരു കാര്യം പറയുന്നതിന് മുമ്പായിട്ട് നമ്മളുടെ തലയിലുള്ളിൽ തന്നെ നമ്മൾ ചിന്തിച്ചു തുടങ്ങും, ഇത് കറക്റ്റ് ആണോ, ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചമ്മൽ വരുമോ. ഇങ്ങനെ വരാനായിട്ട് കാരണം നിങ്ങളുടെ A1 ലെവൽ അത്ര സ്ട്രോങ് അല്ലാത്തതുകൊണ്ടിട്ടാണ്. അതുകൊണ്ടിട്ട് തന്നെ ഈ A1 ലെവലാണ് നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ തീരുമാനിക്കുകയും ചെയ്യുന്നത്. പിന്നീട് അങ്ങോട്ട് പോകുമ്പോൾ നിങ്ങൾ ഫ്രീ ആയിട്ട് സംസാരിക്കുവാനോ അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് നിങ്ങളുടെ ഒപ്പീനിയൻസ് ഷെയർ ചെയ്യാനായിട്ടോ ഉള്ള ആ ഒരു കോൺഫിഡൻസ് തീരുമാനിക്കുന്നത് A1 ലെവലാണ്. നമ്പർ 4, A1 ഗ്രാമർ ഇസ് സിമ്പിൾ ബട്ട് പവർഫുൾ. ഇത് പറയാൻ കാരണം എല്ലാ ലാംഗ്വേജിലും ആ ഒരു സെന്റൻസിന് ഒരു സ്ട്രക്ചർ ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സബ്ജക്റ്റ്, ഒരു വേർബ്, പിന്നെ അതിന്റെ കോൺജുഗേഷൻസ്, കാര്യങ്ങളെല്ലാം. ഈ ഒരു സംഭവം നമ്മൾ പഠിക്കുന്നത് A1 ലെവലിലാണ്. നിങ്ങൾ B2 ലെവൽ എത്തിയാൽ പോലും ബേസിക് സെന്റൻസിന്റെ സ്ട്രക്ചർ സെയിം ആയിരിക്കും. ഇതിൽ ഫോളോ ചെയ്യുന്ന റൂൾസ് സെയിം ആയിരിക്കും. പുതിയ കണക്ടേഴ്സ് വരുമ്പോൾ അതനുസരിച്ച് മാറുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ബേസ്, അതായത് ഒരു സെന്റൻസിൽ ഒരു സബ്ജക്റ്റ് വേണം, വേർബ് വേണം, ഇങ്ങനെ ആ ഒരു സംഭവം സെയിം ആണ്. ഇത് നിങ്ങൾ പഠിക്കുന്നത് A1 ലെവലിലാണ്. അതുകൊണ്ടിട്ട് തന്നെ A1 ലെവലിൽ ഈ പഠിക്കുന്ന ഈ ചെറിയ ബേസ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാത്തിന്റെയും ഫൗണ്ടേഷൻ ആയിട്ടുള്ള A1 ലെവൽ, ഇവിടെ നിങ്ങൾ ഈ ചെറിയ സിമ്പിൾ ഗ്രാമർ പഠിക്കുമ്പോൾ അത് കോൺഫിഡന്റ് അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവിടെ വെച്ച് നിർത്തിക്കോളുക. മുന്നോട്ട് പോകാതെ തിരിച്ച് A1 വന്നിട്ട് നിങ്ങളുടെ അടിത്തറ സ്ട്രോങ് ആക്കിയതിനു ശേഷം വീണ്ടും തിരിച്ച് പഠിച്ചു തുടങ്ങുക. നമ്പർ 5, A1 ബേസിക് ലെവൽ ഡിസൈഡ്സ് യുവർ ഫ്യൂച്ചർ. A1 നിങ്ങൾ മാസ്റ്റർ ചെയ്താൽ, അതായത് നമ്മൾ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങി ചെല്ലാൻ നേരത്ത് ആ കാര്യത്തിൽ നമ്മൾ ഡോമിനേറ്റ് ചെയ്യണം. അതായത് എന്ത് രീതിയിൽ ചോദിച്ചാലും അല്ലെങ്കിൽ അതിനെ ആ ഒരു ടോപ്പിക് റിലേറ്റഡ് ആയിട്ടുള്ള അറിവുകൾ, കാര്യങ്ങൾ, ഇതെല്ലാം നിങ്ങൾ നല്ല രീതിയിൽ മാസ്റ്റർ ചെയ്യണം. ഇങ്ങനെയാണ് നിങ്ങൾ ഒരു സ്കില്ല് പഠിക്കേണ്ടത്. ജർമ്മൻ ലാംഗ്വേജിന്റെ കാര്യത്തിൽ A1 നിങ്ങൾ ഈ ഒരു സംഭവം ഫോക്കസ് ചെയ്യേണ്ടത്. A1 ലെവല് നിങ്ങൾ ഡോമിനേറ്റ് ചെയ്ത് നിങ്ങൾ മാസ്റ്റർ ചെയ്തല്ല. അതായത് ഒരു കുഞ്ഞു കുട്ടിക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പ്രായമുള്ള ഒരു കുട്ടിക്ക് അവന് മനസ്സിലാക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ആ ഒരു കുട്ടിക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ലാംഗ്വേജിൽ നിങ്ങൾക്ക് A1 ലാംഗ്വേജ് ലെവൽ പറഞ്ഞു കൊടുക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ, അതിന്റെ റൂൾസ് പറഞ്ഞു കൊടുക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ, അതാണ് എൻ്റെ അഭിപ്രായത്തിൽ A1 ലാംഗ്വേജിൽ ഡോമിനേറ്റ് ചെയ്ത് നിങ്ങൾക്ക് എല്ലാ രീതിയിലും കാര്യങ്ങൾ അറിയാമെന്ന് പറയുന്നത്. ഇങ്ങനെ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തുടർന്ന് അങ്ങോട്ട് പോകാനായിട്ട് നിങ്ങൾക്ക് മറ്റൊരു ടീച്ചറിന്റെ ആവശ്യം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇല്ല. കാരണം അടിത്തറ ബേസ് നിങ്ങളുടെ അത്രമാത്രം സ്ട്രോങ് ആണ്. ഇനി അങ്ങോട്ട് എന്താ പറയാ, നേരത്തെ വീടിന്റെ എക്സാമ്പിൾ പറഞ്ഞ പോലെ ഈ മോടി പിടിപ്പിക്കുന്ന പരിപാടി, അല്ലെങ്കിൽ മേളിലേക്ക് വീട് പൊക്കി പണിയുന്ന പോലത്തെയുള്ള പരിപാടി, ആ ഒരു സംഭവം നിങ്ങൾക്ക് ഈസി ആയിരിക്കും. തുടർന്ന് അങ്ങോട്ട് പഠിക്കുവാനായിട്ട് നിങ്ങൾക്ക് A1 നല്ല രീതിയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ, നല്ല രീതിയിലുള്ള ഒരു നോളേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ, പിന്നീട് അങ്ങോട്ട് പഠിക്കുവാനായിട്ട് നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റൊരു ടീച്ചറിന്റെ ആവശ്യം ഇല്ല. പിന്നീട് അങ്ങോട്ടുള്ള പഠനം കുറച്ചും കൂടി ഈസി ആയിരിക്കും. അതായത് എനിക്ക് ഒരു പ്ലെയിനിന്റെ ഒരു എക്സാമ്പിൾ പറയും. ഒരു പ്ലെയിൻ ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ ആദ്യത്തെ ആ ഒരു കുറച്ച് സമയം ഒരുപാട് പെട്രോൾ, ഫ്യൂവൽ യൂസ് ചെയ്തിട്ടാണ് ലാൻഡിൽ നിന്ന് മേളിലേക്ക് എത്തുന്നത്. ആ ഒരു സമയത്ത് കിട്ടുന്ന ആ ഒരു എഫേർട്ട് ഈ എയറിലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു പകുതി ശതമാനം പോലും ആവശ്യമില്ല. ഈ ഒരു സെയിം പ്രോസസ്സ് തന്നെയാണ് ജർമ്മൻ ലാംഗ്വേജ് ലേണിങ്ങിൽ നിങ്ങൾ A1 ലെവലിന് കൊടുക്കേണ്ട. ആ ഒരു A1 ലെവലിൽ നിങ്ങൾ ഫുൾ എനർജി കൊടുക്കുക, ഫോക്കസ് കൊടുക്കുക. അപ്പോൾ ഇവിടം വരെ വീഡിയോ കണ്ടെത്തിയിട്ടുള്ള ഒരാളാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ, കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ടിന് ഞാൻ വീണ്ടും നന്ദി പറയുന്നു. അപ്പോൾ ഞാൻ A2 തോറ്റതിന് ശേഷം B1ഉം B2ഉം ഫസ്റ്റ് അറ്റംപ്റ്റിൽ ക്ലിയർ ചെയ്ത ഒരാളാണ്, തോൽവിയിൽ നിന്നും പഠിച്ച ഒരാളാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു ചെറിയ ടിപ്പും കൂടി തരാം. നിങ്ങൾ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ നേരത്ത് എല്ലാ ദിവസവും നിങ്ങൾ ഒരു സെന്റൻസ് വെച്ച് എഴുതുക. അതായത് ഒരുപാടൊന്നും ചെയ്ത ഒരു സെന്റൻസ് നിങ്ങൾ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ അന്നത്തെ ദിവസം ചെയ്ത കാര്യം ഉപയോഗിച്ചുകൊണ്ട് എഴുതുക. ഫോർ എക്സാമ്പിൾ, ഞാൻ ലാംഗ്വേജ് ക്ലാസ് കഴിഞ്ഞതിന് ശേഷം വൈകുന്നേരം ഫുട്ബോൾ പ്രാക്ടീസിന് പോകുമായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരുപാട് ഫുട്ബോൾ പ്രാക്ടീസിന് പോയി, ഫുട്ബോൾ പ്രാക്ടീസ് കഴിഞ്ഞ് വന്നു, ഇങ്ങനെയൊന്നുമല്ല, ജസ്റ്റ് ബേസിക് ആയിട്ട് ഞാൻ ഫുട്ബോൾ കളിക്കും എന്നുള്ള രീതിയിൽ, അതായത് ഇഷ് സ്പീലെ ഫൂസ്ബാൾ, ഈ ഒരു സംഭവം, അതായത് ഞാൻ എൻ്റെ റിയൽ ലൈഫിൽ ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇങ്ങനെ ഒരു സെന്റൻസ് വെച്ചിട്ട് എല്ലാ ദിവസവും ചെയ്യുക. അതായത് ഇതൊരു ബേസിക് സെന്റൻസ് ആണ്. ഇഷ് സ്പീലെ ഫൂസ്ബാൾ, അല്ലെങ്കിൽ കുക്ക് ചെയ്യാൻ താല്പര്യമുള്ള ഒരാളാണെങ്കിൽ ഇഷ് കൊഹഗിയർന്ന്, ഇങ്ങനെ ബേസിക് ആയിട്ടുള്ള ഒരു സെന്റൻസ്. എന്നിട്ട് നിങ്ങൾ ലാംഗ്വേജ് പഠിച്ച് മുന്നോട്ട് പോകുമ്പോൾ പഠിച്ചു വന്നിട്ടുള്ള മുന്നോട്ട് പോകുമ്പോഴുള്ള പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നത് ആ സംഭവം ആഡ് ചെയ്തുകൊണ്ട്
നിങ്ങൾ ഈ എല്ലാ ദിവസവും ചെയ്യുന്ന ഒരു സെൻറ്റൻസ് വലുതാക്കി കൊണ്ടുവരിക, ആ സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ വലുതാക്കി കൊണ്ടുവരിക, കോംപ്ലിക്കേറ്റഡ് ആയി കൊണ്ടുവരിക. പക്ഷെ ഒരേ ഒരു സെൻറ്റൻസ് മാത്രം നിങ്ങൾ ചെയ്താൽ മതി. പക്ഷെ ആ റൂള് നിങ്ങൾക്ക് എന്തുകൊണ്ട് ആ സെൻറ്റൻസിൻ്റെ റൂള്, സബ്ജക്റ്റ് എന്താണ്, വേർബ് എന്താണ്, അല്ലെങ്കിൽ എന്തെങ്കിലും കണക്ടേഴ്സ് ഉണ്ടോ, ഇതെല്ലാം നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇങ്ങനെ ഒരേ ഒരു സെൻറ്റൻസ് മാത്രം ചെയ്തുകൊണ്ട് വരിക. A2 ലെവൽ വരെ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് ഉറപ്പ് പറയുന്നു, B1ഉം B2ഉം ശരിക്കും ഈസി ലെവലാണ്. ഒരു കുറച്ച് ബേസിക്സ് കൂടുന്നു, അല്ലെങ്കിൽ ആ ബേസിക്സിനെ, A1ൻ്റെ ബേസിക്സിനെ ബേസ് ചെയ്തുകൊണ്ടിട്ട് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സെൻറ്റൻസ് വരുന്നു എന്നുള്ള മാത്രമേ ഉള്ളൂ. അതുകൊണ്ടിട്ട് ഈ ഒരു ടിപ്പ് ഫോളോ ചെയ്താൽ എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾക്ക് നല്ലൊരു ഇമ്പ്രൂവ്മെൻറ്റ് കാണാനായിട്ട് സാധിക്കും. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.